നമുക്കിന്ന് പപ്പടം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് കണ്ടാലോ? അപ്പം വീഡിയോയിലേക്ക് പോകാം. വളരെ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. അതിനായിട്ട് ഞാനിവിടെ പപ്പടം എടുത്തിട്ടുണ്ട്, പിന്നെ 2 സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, പിന്നെ കറിവേപ്പിലയോ മല്ലിയിലയോ അതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. പിന്നെ ഞാനിവിടെ ചിക്കനാണ് എടുത്തേക്കുന്നത്. ചിക്കൻ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും അല്പം കുരുമുളക് പൊടിയും ചേർത്തൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഈ പപ്പട സ്നാക്സ് ഉണ്ടാക്കിയതിന് ശേഷം ജസ്റ്റ് അത് നിറച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് ഗോതമ്പ് പൊടിയോ മൈദമാവോ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കലക്കി എടുത്ത് വെക്കണം. പിന്നെ നമ്മളൊരു ചട്ടി വെച്ച് അതിലേക്ക് ഓയിലോ അല്ല വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ സവാള ഇട്ട് കൊടുക്കുക. സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. നല്ലതുപോലെ വഴണ്ട് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അതിന് പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വന്നാൽ മതിയാവും. കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാത്തിൻ്റെയും ഒന്ന് പച്ചമണം ഒന്ന് മാറി വന്നാൽ മതി. അല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതാണ് ഞാൻ ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് അതിൽ മസാല ഏത് വേണം, കൂടുതൽ വേറെ ഏതെങ്കിലും മസാല ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് മാറ്റി മറിച്ചൊക്കെ ചേർക്കാം. എന്നിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് വഴറ്റിയെടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ ജസ്റ്റ് ഒന്ന് അതിൽ എല്ലൊക്കെ കളഞ്ഞ് ഒന്നിങ്ങനെ ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. കൈവച്ച് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഞാനൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത്തിരി സമയം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഒന്ന് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയോ മല്ലിയിലയോ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പപ്പടത്തിൻ്റെ ഉള്ളിലോട്ട് നിറയ്ക്കാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഈ പപ്പടം ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുന്നുണ്ട്. നല്ലതുപോലെ സോക്ക് ചെയ്യേണ്ട, ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മുടെ ഈ കപ്പലണ്ടിക്കൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കോണായിട്ട് മടക്കില്ലേ, അതുപോലെ മടക്കിയെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ട് ഇതിലിട്ട് നിറച്ച് കൊടുക്കുക. ഇത് മുഴുവനായിട്ട് നിറച്ച് ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് നിറച്ചെടുക്കുക. നിറച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ മൈദമാവ് വെള്ളത്തിൽ കലക്കിയത് ഇതിൻ്റെ സൈഡ് വഴിയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒട്ടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം, വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇത് മുഴുവൻ ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഞാൻ ചിക്കനാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട എടുക്കാം, സോയ ചങ്ക്സ് എടുക്കാം, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിഷ് ഉണ്ടെങ്കിൽ ഫിഷ് എടുക്കാം. നമുക്ക് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ച്, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആണെങ്കിൽ വെജിറ്റബിൾസ് ആയാലും മതി, അല്ലെങ്കിൽ ശർക്കരയും തേങ്ങയും വെച്ച് ചെയ്യാം, പഞ്ചസാരയും തേങ്ങയും വെച്ച് ചെയ്യാം. അങ്ങനെ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മുഴുവനായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ട് മൊരിയിച്ചെടുക്കണം. നല്ലോണം ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ പപ്പടം ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടമാവും. അപ്പം നമ്മൾ എണ്ണയിലിട്ടൊന്ന് മൊരിയിച്ചെടുക്കുകയാണ്. ഇത് 2 സൈഡൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ചൂടോടുകൂടെ കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ജസ്റ്റ് അതിനൊരു ചൂടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയി പോകുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ചൂടനെ നമ്മൾ ചായ ഉണ്ടാക്കുന്നതിന് തൊടുന്നതിന് കുറച്ച് മുന്നേ ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയി തന്നെ നമുക്ക് കഴിക്കാം. അപ്പം ഞാനിവിടെ ഇതുപോലെ എണ്ണയിലിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഈ പപ്പട സ്നാക്സ് എല്ലാം നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇന്നത്തെ ഈ ഈവനിങ് സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.